മലയാളികളുടെ സദാചാര സങ്കല്പത്തെയും പൊതുബോധത്തെയും നിരന്തരം വെല്ലുവിളിക്കുന്ന കലാകാരനാണ് വേടൻ. വേദികളെ ത്രസിപ്പിക്കുന്ന റാപ്പുകൾ കൊണ്ടും തീവ്രമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും അദ്ദേഹം ശ്രദ്ധേയനാണ്. ക്ഷോഭിക്കുന്ന മലയാളി യുവത്വത്തിന്റെ പ്രതീകമായ വേടൻ ഇന്നൊരു കഞ്ചാവ് കേസിലൂടെ തൻ്റെ പേരിലെ ചർച്ചകൾക്ക് പുതിയൊരു മാനവും നൽകി. ഗായകന്റെ തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഡാൻസ് ഓഫ് സംഘം 7 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. ഫ്ളാറ്റിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. വേടൻ ഉൾപ്പെടെ 9ഓളം പേർ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് ഡാൻസ് ഓഫ് സംഘം പറയുന്നത്. ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്നാൽ ആരും സിന്തറ്റിക് ലഹരി ഉപയോഗിക്കരുതെന്നുള്ള വേടന്റെ വൈറൽ പ്രസംഗം പലരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിൽ നിന്ന് മാഞ്ഞു പോകുന്നതിന് മുൻപാണ് ആരാധകരെ ഞെട്ടിച്ച ഈ വാർത്ത പുറത്തു വരുന്നത്. യുവാക്കളെ ത്രസിപ്പിച്ചിരുന്ന ഈ വിദ്വാൻ ശരിക്കും ആരാണ്? ഹിരൺദാസ് മുരളി എന്നാണ് വേടന്റെ ശരിക്കുമുള്ള പേര്. 2020 കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് പുറത്തിറങ്ങിയ വോയിസ് ഓഫ് ദ വോയിസ്ലെസ് എന്ന റാപ്പ് ഗാനം കൊണ്ടാണ് അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. അന്ന് വെറും 25-ാം വയസ്സിൽ ഹിരൺദാസ് രചിച്ച ഈ പാട്ട് സമൂഹത്തിൽ നിലനിന്നിരുന്ന സ്വത്വം, അപരത്വം, ജാതി, പുറന്തള്ളൽ എന്നിവയെല്ലാം വിമർശനാത്മകമായി ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ വോയിസ് ഓഫ് ദ വോയിസ്ലെസ്സിന്റെ അലയൊലികൾ സംഗീത പ്രേമികൾക്കിടയിലും വലിയൊരു വിഭാഗം യുവാക്കൾക്കിടയിലും ഒരേപോലെ തരംഗമായി മാറി. ആ വർഷം തന്നെ പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും ശ്രദ്ധേയമായിരുന്നു. പിന്നാലെ വന്ന ബുദ്ധനായി പിറ, വാ മരണത്തിൻ നിറം എന്നീ ഗാനങ്ങളും സംസാര വിഷയമായി. അടിമത്വത്തെയും വംശീയതയും പ്രശ്നവൽക്കരിക്കുന്ന ബോബ് മാർലിയുടെ പാട്ടുകൾക്ക് എങ്ങനെയാണോ ലോകമെമ്പാടും ശ്രോതാക്കളുണ്ടായത്, അതുപോലെ തന്നെയാണ് വേടന്റെ പാട്ടുകൾ കേരളക്കരയിൽ ചർച്ചയായി മാറിയത്. കാരണം സാമൂഹികമായ തൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും മൂർച്ചയേറിയ വരികളുടെയും തകർപ്പൻ ബീറ്റിൻ്റെയും സഹായത്തോടെ അവതരിപ്പിച്ച ഹിരൺദാസിൻ്റെ റാപ്പുകൾ മുന്നോട്ട് വച്ചത് സങ്കീർണമായ രാഷ്ട്രീയ വിഷയങ്ങളാണ്. ദളിത് ചിത്രരചനയുടെ രീതിശാസ്ത്രവും ഭാവനയുമാണ് ഈ ഗാനങ്ങളിൽ കാണാനാവുക. കലാഭവൻ മണിക്ക് ശേഷം സാധാരണക്കാരൻ്റെ കഥ ഗാനങ്ങളാക്കി സ്റ്റേജ് ഷോകളിലൂടെ കേരളീയ പൊതുമണ്ഡലത്തിൽ എത്തിച്ച് വൻ സ്വീകാര്യത നേടിയ ഗായകൻ വേടൻ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. ഇരുണ്ട് മെലിഞ്ഞ ശരീരവും കറുത്ത വസ്ത്രങ്ങളും ചിലപ്പോൾ വസ്ത്രമില്ലാതെ പോലും കൺസേർട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ കലാകാരനെ കാണാൻ അനേകായിരം യുവാക്കളാണ് ഒത്തുകൂടുന്നത്. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വേടന്റെ സംഗീത നിശ കാണാനെത്തിയവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ച് മേൽക്കൂര പൊളിഞ്ഞു വീണ സംഭവം ഈ ജനപ്രീതിക്ക് ഉത്തമ ഉദാഹരണമാണ്. പാട്ടുകൾക്ക് പുറമെ സാമൂഹിക വിഷയങ്ങളിലും പ്രതികരിച്ച് ഇൻസ്റ്റാഗ്രാം റീലുകളിലും സ്റ്റാറ്റസുകളിലും വേടൻ നിറഞ്ഞു നിൽക്കാറുണ്ട്. പല ഇൻഫ്ലുവൻസേഴ്സും യുവാക്കളെല്ലാം ചിൽ മൂഡാണ്, വൈബാണ്, ആർക്കും രാഷ്ട്രീയമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ പൊളിറ്റിക്കലി അറിവുള്ള കുട്ടികളായി വളർന്നോളൂ എന്ന സന്ദേശമാണ് വേടൻ അടുത്തിടെ തൻ്റെ കൺസേർട്ടിനിടെ നൽകിയത്. സിനിമ ചെയ്തതിനൊക്കെ ED റെയ്ഡ് വരുന്ന കാലഘട്ടമാണിത്. സമാധാനമായി നിങ്ങളുടെ സാമൂഹികാവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ബോധമുള്ള ആളുകളായി ഇരുന്നോളൂ. കാരണവന്മാരൊക്കെ മണ്ടത്തരം കാണിച്ച് നടക്കുകയാണ്, ഇനി നിങ്ങളിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ എന്നും വേടൻ പരിപാടിക്കിടെ പറഞ്ഞു. ഡാ മക്കളെ, സിന്തറ്റിക് ഡ്രഗ് അടിക്കുന്ന 10 പേരിൽ 2 പേര് മരിച്ചു പോകും. അത് ചെകുത്താനാണ്, ഒഴിവാക്കണം, ദയവ് ചെയ്ത് പ്ലീസ്. നിങ്ങളുടെ അമ്മയും അപ്പനും കിടന്ന് കരയുകയാണ്. എത്ര അമ്മയും അപ്പനുമാണ് എൻ്റെ അടുത്ത് വന്ന് മക്കളെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കരയുന്നത്? തൃശൂർ കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന പരിപാടിക്കിടെ വേടൻ പറഞ്ഞ വാക്കുകളാണിത്. ഇതേ വേടന്റെ പക്കൽ നിന്നാണ് ഇന്ന് 7 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. ഈ വാർത്ത വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ ആരാധനയോടെ കണ്ട യുവാക്കൾക്കിടയിൽ ഒരു ചോദ്യചിഹ്നമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. പൊതുവേദികളിലും റാപ്പുകളിലൂടെയും അദ്ദേഹം ഇതുവരെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമെല്ലാം വെറും പൊള്ളയായിരുന്നോ എന്ന ചോദ്യം. എന്തായാലും പാണനായാലും പുലേനായാലും തമ്പുരാനായാലും ഏത് ആയാലും ഒന്നുമില്ല. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അത് അന്നും ഇന്നും എന്നും.